സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ട. ഹലോ, നമസ്കാരം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മളെ വറുത്ത റവിയില്ലേ, അത് വെച്ചിട്ട് ഒരു ആവി വെച്ച ഒരു അടയുണ്ടാക്കാൻ പോയിരുന്നു. അട അപ്പം എന്നെല്ലാം പറയാം. അപ്പൊ അതിന് വേണ്ടിട്ട് വെല്ലം ചേണ്ടിക്കൊണ്ടിരിക്കുന്നു. ലത ഇലമുറുക്കാൻ പോയിട്ടുണ്ട്. കുഞ്ഞൻ നണി കണ്ടെത്താ കുഞ്ഞൻ നല്ല ഉറക്കത്തിലാണ്. പിന്നെ പെട്ടെന്ന് ഈ വെല്ലം ചേണ്ടിട്ട് പരിപാടി നോക്കാം. റവ അടയിലൊക്കെ കൊണ്ടുവന്ന ചേരുവകൾ നമ്മുടെ റവയുടെ വെള്ളത്തിൽ കുതിർത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വറുത്ത റവയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. വെല്ലം ചെറുകി വെച്ചിട്ടുണ്ട്. നമ്മുടെ തേങ്ങ, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്. അതുപോലെ പെട്ടെന്ന് പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഏകദേശം ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അതിലേക്ക് നമ്മുടെ ചെറുകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. തീ കുറച്ച് നോക്കാം. അടുത്തതായി നമ്മുടെ ചെറുകി വെച്ച വെല്ലം കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ശർക്കര, കൂട്ടി പിടിച്ചോ. അപ്പൊ നമ്മുടെ വെല്ലം ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് വെല്ലം എന്നാ പറയണേ ശർക്കരക്ക്. അധികം ഇതിൽ ഇതൊന്നും ഇല്ലേ, കച്ചറ അങ്ങനത്തെ അഴുക്കൊന്നും ഇല്ല അല്ലേ. അഴുക്ക് കുറവാണ്. അഴുക്കിലെ വെല്ലങ്ങളിൽ ഒന്ന് ഉരുക്കിയിട്ട് വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ വെല്ലം ഉരുകി വന്നിട്ടുണ്ട്. ഉള്ളറണിക്കാനായ അടുത്ത് നമ്മുടെ ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ച നമ്മുടെ ചെറുപയറെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എല്ലാം കൂടെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് പകുതി പാത്രത്തിലേക്ക് കോരി മാറ്റാം. മതി മതി മതി. ഇതിലേക്ക് ഇനി നമ്മുടെ കുതിർത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ റവ ഇതിലിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് തണിയാൻ വെക്കാം. പരിപാടി പറഞ്ഞാൽ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളാക്കിയിട്ടുണ്ട്. തട്ട് വെച്ച് കൊടുക്കാം. അപ്പൊ ഇത് ഇടുന്ന് ചൂടാവട്ടല്ലോ ഒന്ന്. അപ്പൊ നമ്മുടെ മാവെല്ലാം നല്ല വൃത്തി തണിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഓരോരോ ഉണ്ടയാക്കി പിടിക്കാം. പരത്ത എല്ലാവരുടെ മോഡലാക്കാം അല്ലേ.
ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാൻ വേണമെങ്കിൽ ഇതേപോലെ ആക്കി വെക്കാം. ഇതൊന്നും ഇവിടെ ആക്കി വെച്ചതാണ്. പക്ഷെ ഇതാകുമ്പോൾ കൂടുതൽ നല്ലത് തോന്നുന്നു അല്ലേ. ഇതിലേക്ക് നമ്മുടെ ഈ പണ്ടം പ്രയസിന് ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങോട്ട് പണ്ടെന്നാ പറയല്ലേ ഇങ്ങനത്തെ അല്ലേ. ശരിക്കും പണ്ടത്തിനാണ് ശരിക്കും പണ്ട സ്വർണ്ണത്തല്ലേ ഇങ്ങനെ സ്വർണ്ണത്തിനും പറയുന്നത് കാണുന്നവർക്ക് ഇത് മനസ്സിലാവൂല. ഞാനിവിടെ വന്നിട്ടാണ് ഇത് കേൾക്കുന്നത്. പണ്ട ആ പല്ലും ഇതേപോലെ ആക്കി എടുക്കട്ടെ. ഇത് ഇങ്ങനെ പച്ചക്ക് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. ആവിക്ക് വെച്ച് കൊടുക്ക. റവ ഒന്നും വെന്തതാണല്ലേ, പെട്ടെന്നാവും. അടച്ചു വെക്കാൻ. ഓക്കെ, വേവട്ടെ. കുറച്ച് സമയമായി, നോക്കട്ടെ എന്തായി. കിട്ടുന്നുണ്ട്, വന്നിട്ടുണ്ടാവുക. ആ വന്നിട്ടുണ്ട്, നല്ല വൃത്തി വന്നിട്ടുണ്ട്. നമുക്ക് എടുത്തു വെക്കാം, എന്നിട്ട് തണിഞ്ഞിട്ട് കഴിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ അട നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കേ. രസമുണ്ടോ? ഒരു വർഷം ഞാനും കൊടുക്കാം. ചൂടുണ്ട് അത്ര അല്ലേ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, കണ്ട. അച്ഛൻ തറവാട്ട് കൊണ്ട് കൊടുക്കണം. ആ തേങ്ങ കുത്തങ്ങ കടിക്കുമ്പോ നമ്മൾ സൂപ്പർ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് അട. നമ്മുടെ അച്ഛൻ കൊണ്ട് കൊടുക്കട്ടെ. എന്താ അച്ഛാ, അച്ഛൻ എത്തിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കറാ. എന്നാ കയ്യോ. ഇതാണ് റവ അട. റവ അട വിളിച്ചു നോക്കിയേ. സുണ്ടാ നല്ല രസമുണ്ട്. എന്തല്ലേ. പൊട്ടിക്കറ.
അല്ലേ അല്ലേ നല്ല എല്ലാം നല്ല രസം റവ ഉണ്ടാക്കിനി ഇതാ റവ റവ വേണ്ടേ ആ ശരി ആ. നല്ല രസമുണ്ട് ഉണ്ടല്ലേ ആ ബാക്കി അമ്മക്കും കൊടുത്തേ നമുക്ക് കൊടുക്കാം ഉം. അതെ പോലെ പക്ഷേ പത്തായ പത്തേ ആ പൊത്തിയെ നമുക്ക് ചായ കൊടുക്കുമ്പോ കൊടുത്തേ എന്നാ താറ്റ കൊടുത്തച്ചാ ടാറ്റാ ഓക്കെ